ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഡീപ്പ് ഫീലിംഗ് എന്താണെന്ന്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്ട് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. ഹൈ പ്രീസ്റ്റിയസ്, 5 ഓഫ് വാൺസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ആഴത്തിലുള്ള ഫീലിംഗ് എന്താണെന്ന്. നിങ്ങളുടെ വ്യക്തിയുടെ വികാരങ്ങളിൽ ആഴത്തിലുള്ളതും അവബോധജന്യവുമായ ഒരു ധാരണയുണ്ടെന്ന് ഈ ഹൈ പ്രീസ്റ്റസ് കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പ്രകടിപ്പിക്കാത്ത വികാരങ്ങളോ ഉൾക്കാഴ്ചകളോ ആ വ്യക്തി ഇതുവരെ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു നിഗൂഢതയും ആഴവുമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഡീപ്പ് ഇമോഷൻസ് ഉണ്ടെങ്കിലും ആ വ്യക്തി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് 7 ഓഫ് വാൺസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ മേൽ അമിതഭാരമോ പ്രതിരോധമോ അനുഭവപ്പെടുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ വികാരങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് തടയുന്ന അരക്ഷിതാവസ്ഥകളോ സംഘർഷങ്ങളോ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടാകാം. ഈ കാർഡ് പലപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള മടി കാണിക്കുന്നു. ഇത് തൻ്റെ വികാരങ്ങളെ സത്യസന്ധമായി നേരിടാനോ പ്രകടിപ്പിക്കാനോ ആ വ്യക്തി തയ്യാറല്ലെന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാമതായി വന്നിട്ടുള്ള കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് സഹകരണത്തിനും വളർച്ചയ്ക്കുമുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഈ കാർഡ് അർത്ഥവത്തായ എന്തെങ്കിലും ഒരുമിച്ച് കെട്ടിപ്പടുക്കാനുള്ള അവസരമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ആ വ്യക്തി തൻ്റെ ആശങ്കകളെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പരസ്പര പരിശ്രമം ഉൾപ്പെടുന്ന ഒരു പങ്കാളിത്തത്തെ ആ വ്യക്തി വിലമതിക്കുന്നുവെന്ന് സൂചന നൽകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ സങ്കീർണമാണ്, വളരെ ആഴത്തിലുള്ള വൈകാരിക അവബോധത്തിൽ നിന്നും വേരൂന്നിയതും എന്നാൽ അദ്ദേഹത്തിൻ്റെ മടിത്തട്ടുകളാൽ നിഴലിച്ചതുമാണ്. സ്വയം പ്രകടിപ്പിക്കാനുള്ള ധൈര്യം കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ വളർച്ചയ്ക്ക് ഇവിടെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു യൂണിവേഴ്സ്.